സാർ രാവിലെ വീട്ടിൽ തൊഴിൽ വാർത്ത വന്നു. ഇതാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടത്. സഹകാരി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് 99 രൂപയ്ക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. സാർ നമുക്ക് രാവിലെ മുതൽക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, മെസ്സേജസ് വരുന്നുണ്ട്. ഈ 99 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഡെയിലി എക്സാം ആണോ, എക്സാം സീരീസ് മാത്രമാണോ, അതോ ക്ലാസ് ആണോ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്? ഓക്കെ, വളരെ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും 99 എന്നൊരു ആശയം. അപ്പോൾ ആദ്യം നമുക്കൊരു സാധാരണക്കാരനായിട്ടൊരു മനുഷ്യന് ഇത് കാണുമ്പോഴത്തേക്കും ഇതൊരു സ്കാം ആണോ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ആണോ എന്നൊരു സംശയം ഒരുപക്ഷെ തോന്നിയേക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലേ, ഫുൾ കോഴ്സ് ആണോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിച്ചത്. അപ്പോൾ സഹകരണ സ്ഥാപനം 2021 വരുന്നത്. 2021 ട്രിവാൻഡ്രം ബേസ് ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയ സ്ഥാപനമാണ്. നമ്മുടെ സ്ഥാപനം വന്നപ്പോൾ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് എപ്പോഴും സാധാരണക്കാരന് നമ്മൾ കൊടുക്കുന്ന സർവീസ് ആക്സസിബിൾ ആകണമെന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇപ്പോഴത്തെ എക്സാമിനേഷൻ ഏതാണ്, നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതുപോലെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ നിൽക്കുന്ന സമയമാണ്. പുതിയ പരീക്ഷ വരുന്നു, അപ്പോൾ അവർ പല സ്ഥലത്തും ഫീസ് അടച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പലരും ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളായാലും നമ്മളും പലയിടത്തും പഠിച്ചിട്ടുള്ളവരാണ്. ആദ്യം ഒരു എമൗണ്ട് കൊടുത്ത് നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു, കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നില്ല, നമ്മൾ വിചാരിച്ച ലെവലിലോട്ട് അവരുടെ ക്ലാസ് നമുക്ക് എത്തുന്നില്ല എന്ന് വരുമ്പോൾ നമ്മുടെ കാശ് പോകുന്നു, നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു. ആ ഒരു സ്ഥലത്താണ് ഈ ഒരു 99 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അവിടെയാണ് ആ ഒരു ആശയം വളരെ വ്യക്തമാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഉദ്യോഗാർത്ഥിക്ക് ഇത് ഒന്ന് ആക്സസിബിൾ ആവണം. അവർക്കത് ഒന്ന് ട്രയൽ ആൻഡ് എറർ ആണല്ലോ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ ട്രയൽ ആൻഡ് എറർ തീരുമാനം എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും സഹകാരിയെ ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു സാവകാശം വേണം. അപ്പോൾ നമ്മുടെ വേറൊന്നും കൊണ്ടല്ല, 2021 മുതൽ സഹകാരി ഇതുവരെ. അപ്പോൾ കോസ്റ്റ് പാർട്ട് നമ്മൾ നിർബന്ധമായിട്ട് ഇവിടെ പറയണം. ഒരിക്കലും നമുക്ക് ഈ ഒരു കോഴ്സ് ഫുൾ ഒരിക്കലും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. 99 രൂപ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആണ്, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഈ എമൗണ്ടിൽ നമ്മുടെ കോഴ്സിലേക്ക് വന്ന് നിങ്ങൾ കണ്ട് തൃപ്തിപ്പെടുക. അതായത് ഇതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിന് മുന്നോടിയായിട്ട് ഈ കോസ്റ്റ് പാർട്ട് നമ്മൾ എന്തായാലും പറഞ്ഞു പോകണം, അത് പറയാതെ പോകണം ശരിയല്ല. അപ്പോഴത്തേക്കും ഈ 20 ഒന്നാം റാങ്കുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ഡയറി ഫൈൻ ഇൻസ്ട്രക്ടർ എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനേഷൻ, അതൊക്കെ വളരെ വലിയ മത്സരം നടന്ന പരീക്ഷകളാണ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അതുപോലെ NVT GFC ടീച്ചർ, കൊമേഴ്സ്, അപ്പോൾ അങ്ങനെ ഒത്തിരി എക്സാംസ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ മത്സരം നടക്കുന്ന പരീക്ഷകളിൽ എസ്പെഷ്യലി ഓൺലൈൻ ക്ലാസ്സിലൂടെ മാത്രം ഒന്നാം റാങ്കിലേക്ക് ഉദ്യോഗാർത്ഥികളെ എത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു വലിയൊരു എഫേർട്ടാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ നമുക്കൊരിക്കലും ഈ ഒരു കോസ്റ്റ് കൊണ്ട് നമുക്കത് മീറ്റ് ചെയ്യാൻ കഴിയില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ വഴിയെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 99 നിങ്ങൾക്ക് ലഭിക്കുക ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തെ പ്രിപ്പറേഷനാണ്. ഒരു മാസത്തെ പ്രിപ്പറേഷനകത്ത് നിങ്ങൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എല്ലാം ഉൾപ്പെടും. ഉദാഹരണത്തിന് ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ടായിരിക്കും, റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും സംശയം അതാണ്, ക്വസ്റ്റ്യൻ മാത്രമാണോ, ഇനി ക്ലാസ് മാത്രമാണോ, ചെറിയ ക്ലാസ് ആണോ, വലിയ ക്ലാസ് ആണോ, അപ്പോൾ നമ്മൾ എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ക്ലാസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു മാസം നമുക്ക് ആ ദിവസം ഈ 2 ക്ലാസ് വീതം വെച്ചിട്ട് ആണ് പ്രിപ്പറേഷൻ മുന്നോട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഈ 99 നിങ്ങൾ 999 രൂപയുടെ ഔട്ട്കം നിങ്ങൾക്ക് കിട്ടുമെന്ന സംശയമൊന്നും വേണ്ട. അപ്പോൾ അതിനകത്ത് ഒന്ന് ലൈവ് ഉള്ള ക്ലാസ്സുകളും അതുപോലെ റെക്കോർഡായിട്ട് ക്ലാസ്സുകളും. ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ എല്ലാം നമുക്ക് വെബിനാറിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കാരണം സ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നിങ്ങൾ സഹകാരിയുടെ കോഴ്സിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇത് ആപ്റ്റ് ആണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ മീറ്റ് സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട്, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിൽ മെസ്സേജ് അയച്ചാൽ മതി, പങ്കെടുക്കാം. അതുപോലെ ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്. നമുക്കൊരു 24 hours, അതായത് നിങ്ങൾ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം ലഭിച്ചിരിക്കും. അതായത് ഇന്ന് ഞാനിപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് കണ്ടു, എനിക്ക് അതിൽ വന്നൊരു സംശയം, ഞാൻ അപ്പോഴേ ആ ഗ്രൂപ്പിൽ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്, എനിക്കിത് മനസ്സിലായില്ല. അപ്പോൾ അപ്പോഴേ തന്നെ അതവർ കാണുകയും നിങ്ങൾക്ക് ഒന്നുകിൽ ആ ഒരു റിസർച്ച് അസിസ്റ്റന്റിന് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ നിങ്ങളുടെ സംശയം ലഘൂകരിക്കുന്നതാണ്. അതല്ല ആശയം കൊണ്ടുവരുന്നത്, അതല്ല അവരുടെ അറിവിനും ാണെങ്കിൽ നമ്മൾ പറയും, ഫാക്കൽറ്റിയുമായിട്ട് നമ്മളൊന്ന് ചോദിച്ചിട്ട് അവരുടെ അതേ വോയിസ് ആണ്, അതല്ല അവരുടെ ചോദിച്ചിട്ട് റിസർച്ച് അസിസ്റ്റന്റ് അല്ല ആൻസർ തരുന്നത്, ആ ഫാക്കൽറ്റിയുടെ വോയിസ് റെക്കോർഡ് നിങ്ങൾക്ക് കൃത്യമായിട്ടും അതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ അത് നിങ്ങൾക്ക് കൃത്യമായിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിനോടൊപ്പം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ്ജക്ട് വൈസ് മെന്റർഷിപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഡെയിലി എക്സാമിനേഷൻസ്. ഡെയിലി എക്സാമിനേഷൻ്റെ പ്രാധാന്യം
അത് പറഞ്ഞു തന്നെ പോയാൽ മാത്രമേ അതാണ് സഹകാരിയുടെ വിജയ രഹസ്യം എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങളിപ്പോൾ കഴിഞ്ഞ കേരള ബാങ്ക് പരീക്ഷയുടെ റിസൾട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, കേരള സഹകാരി ഫോർ കോർപ്പറേഷൻ എന്ന ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും 72,000 പേരാണ് ആപ്ലിക്കൻസ് മൊത്തത്തിലുള്ളത്. അപ്പോൾ 72,000 പേര് അപ്ലൈ ചെയ്ത പരീക്ഷയിൽ ഏകദേശം 2,000 ചില്ലാനും പേരെ ഓൺലൈനും ഓഫ്ലൈനായിട്ട് പഠിപ്പിച്ചതിൽ പുറത്ത് നമുക്ക് 637 പേരാണ് സഹകാരിയുടെ സ്റ്റുഡൻസ് മാത്രം 900 പേരുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള വിജയത്തിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ റിസർച്ചിൻ്റെ കോംപ്രിഹെൻസീവ്നെസ് തന്നെയാണ്. അത് വളരെ കോംപ്രിഹെൻസീവായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന റിസർച്ചാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രിപ്പറേഷൻ പാർട്ടാണ്. പ്രിപ്പറേഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ ക്ലാസ് തരുന്നതും എക്സാമിനേഷൻ തരുന്നിടത്തും സഹകാരിയുടെ സർവീസ് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് എക്സ്റ്റൻഡ് സർവീസ് വരുന്നത്? ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഡെയിലി എക്സാമിനേഷൻ്റെ അനാലിസിസ് പാർട്ട്, അതുപോലെ തിങ്കൾ മുതൽ ശനി വരെ വരുന്ന ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി നടക്കുന്ന വീക്ക്ലി എക്സാമിനേഷൻ, അതിൻ്റെ അനാലിസിസും അവിടെ ഉണ്ടാവും. അപ്പോൾ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും പരീക്ഷ എഴുതാൻ പറ്റുന്നുള്ളവർ മാത്രം ഈ 99 കോഴ്സ് എടുത്താൽ മതി എന്നുള്ളതാണ്. മാത്രം മതി. ഈ 99 അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോണ വഴിക്ക് എല്ലാവരും എടുത്തിടേണ്ട കാര്യമില്ല. അതുകൊണ്ടൊന്നും പ്രയോജനമൊന്നുമില്ല. പണിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 രൂപയ്ക്കും വാല്യൂ ഉള്ളതാണ്. അപ്പൊ നിങ്ങളുടെ 99 രൂപ വെറുതെയും ഇവിടെ ചെലവാക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. പഠിക്കാം എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നവർ മാത്രം അതുപോലെ നമ്മൾ പറയുന്ന വർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ തയ്യാറാണ്. അതിനുവേണ്ടി ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെബിനാർ സെഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. വെബിനാർ സെഷനിൽ പങ്കെടുത്തിട്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 99 അടച്ച് ജോയിൻ ചെയ്താൽ മതി. മാത്രമല്ല ആ 1 മാസം കൊണ്ട് ഒരു വർത്തായിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ കൂടുതലും കോഴ്സ് നിങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്ത് വേറെ എന്തൊക്കെയാണ് സംശയങ്ങൾ? അപ്പോൾ സാർ പ്രധാനമായിട്ടും നമുക്ക് ഇത് തന്നെയാണ് എല്ലാവരുടെയും സംശയം. അതായത് 99 രൂപ എന്ന് പറയുമ്പോൾ എക്സാം സീരീസ് ആണോ എന്ന്. അപ്പം ആ ഒരു സംശയം നിങ്ങൾക്ക് ഇതിലൂടെ മാറിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ കോഴ്സ് എങ്ങനെയാണോ, നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് 99 രൂപയ്ക്ക് തരുന്നത്. നമ്മൾ ഈ 99 രൂപയ്ക്ക് തരുന്നത് തന്നെ നിങ്ങൾക്ക്, അതായത് സഹകാരിയിലൂടെ നമുക്ക് ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ടും ജോയിൻ ചെയ്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർ മാത്രം, വീണ്ടും എടുത്തു പറയുന്നത് അതാണ്, ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ മാത്രം വന്നാൽ മതി. അല്ലാത്തവർ വരണ്ട. നമുക്ക് ആവശ്യമില്ലാതെ ആരുടെയും 99 രൂപയുടെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് സഹകാരി എന്ന സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന ആശയം സഹകരണമാണ്. സഹകരണം എന്ന് പറയുമ്പോൾ സഹകരണത്തിൻ്റെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈച്ച് ഫോർ ആൾ ആൻഡ് ആൾ ഫോർ ഈച്ച് എന്ന് പറഞ്ഞ ആശയമാണ്. അപ്പോൾ അത് എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും കൈകോർക്കുന്ന ഒരു സ്വപ്നമാണ്. അതാണ് സഹകരണത്തിൻ്റെ ഒരു ഗോൾഡൻ റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു റൂള് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടീം എഫേർട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് സഹകാരിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തതിന് മുന്നോടിയായിട്ട് നിർബന്ധമായിട്ടും ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഇപ്പോൾ നിങ്ങൾ ഈ സീരിയസ് ആയിട്ട് വരുന്ന, അതുപോലെ നിങ്ങൾ ഈ ഒരു സ്ട്രീക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അടുത്ത കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും അതിനുശേഷം നമുക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു.